നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നാം നമ്മുടെ സക്സസ് ലൈഫിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടി മാനസികമായി തയ്യാറെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തത്. മനസ്സെന്ന മഹാവിസ്മയത്തിലെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ നമുക്ക് കീഴടക്കാം, ചെറുപ്പകാലങ്ങളിൽ രക്ഷിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലെ ദുരനുഭവങ്ങളിൽ നിന്നുമെല്ലാം നാം സ്വീകരിച്ചു വെച്ച ഒരുപാട് നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ബിലീഫ്സുമെല്ലാം അടിഞ്ഞുകൂടിയത് കൊണ്ടാണ് നാം ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്നത് എന്ന് നാം കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു. ഇതിന് പരിഹാരമായി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയറിംഗ് ചെയ്യുക, റീപ്രോഗ്രാം ചെയ്യുക എന്നതാണ് എന്നും അതിന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 3 മാർഗങ്ങളാണ്. ഒന്ന് പോസിറ്റീവ് അഫർമേഷൻ, ഒന്ന് വിഷ്വലൈസേഷൻ, മൂന്നാമതായി മെഡിറ്റേഷൻ. അതിൽ പോസിറ്റീവ് അഫർമേഷൻസിന്റെയും വിഷ്വലൈസേഷന്റെയും ശാസ്ത്രീയമായ വശങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ നാം പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് മെഡിറ്റേഷനെ കുറിച്ചാണ്. മെഡിറ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും അതിന്റെ പിന്നിലെ ശാസ്ത്രം എന്താണ് എന്നുമാണ് ഈ വീഡിയോകളിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒന്നാണ് മെഡിറ്റേഷൻ, ധ്യാനം എന്നത്. ആ കാലത്തൊന്നും അതിനെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ശാസ്ത്രീയമായി തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പുതിയ കാലത്ത് ടെക്നോളജികൾ വളർന്നു, അതിനനുസരിച്ച് ശാസ്ത്രവും വളർന്നു. അതിൻ്റെയൊക്കെ പിന്നാലെ, അതിൻ്റെയൊക്കെ കരുത്തിൽ നമ്മുടെ മസ്തിഷ്കം എന്നത് അത് ഒരു പ്രത്യേക കാലത്തോളം വളരുകയും, പഴയ കാലത്ത് നമ്മുടെ വിശ്വാസം, നമ്മുടെ ബ്രെയിൻ എന്നത് അത് ഒരു പ്രത്യേക കാലം വരെ വളരുകയും പിന്നീട് അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ തലച്ചോറിനെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ധാരണയുണ്ടായിരുന്നത്. എന്നാൽ ന്യൂറോ സയൻസ് വളർന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തിയ ഒരു കാര്യം, നമ്മളൊരു സ്കില്ല് പഠിക്കുമ്പോൾ അതനുസരിച്ച് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് വളർച്ച സംഭവിക്കുന്നു എന്നും, നമ്മൾ ഒന്നും പഠിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ, ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് ചുരുങ്ങുന്നു എന്നും ന്യൂറോ സയൻസ് കണ്ടെത്തി. അതാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ പുതിയ പാത്വേകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. നാം കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വളരുകയും അതനുസരിച്ചുള്ള വളർച്ച ഉണ്ടാക്കുകയും, ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് സിങ്ക് ചെയ്യുന്നു എന്നാണ് പുതിയ ശാസ്ത്രം പറയുന്നത്. അങ്ങനെയാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി തിയറി വരുന്നത്. ഇതനുസരിച്ച് നാം ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, പുതിയ സ്കില്ലുകൾ പഠിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ വളർന്നുകൊണ്ടിരിക്കുന്നു, അതനുസരിച്ചുള്ള വളർച്ചകൾ ഉണ്ടാകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പഴയ കാലത്ത് നാം വിശ്വസിച്ചിരുന്നത് പോലെ പ്രായമായി കഴിഞ്ഞാൽ ബ്രെയിൻ ചുരുങ്ങുന്നു, തലച്ചോറ് ചുരുങ്ങുന്നു എന്നതിനു പകരം നമ്മൾ എത്രമാത്രം ആക്റ്റീവായിരിക്കുന്നു, എത്രമാത്രം പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നു, അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ വളരുന്നു എന്നാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിൽ നിന്ന് അതിനെ അടിസ്ഥാനമാക്കി ശാസ്ത്രം പറയുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോരോ ധർമ്മമാണ്. നമ്മുടെ തലച്ചോറിന്റെ ഓരോ ഭാഗത്തിനും ഓരോരോ ധർമ്മങ്ങളാണുള്ളത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ വ്യത്യസ്ത ധർമ്മം പരിപാലിക്കുന്നതോടൊപ്പം, വ്യത്യസ്ത ഡ്യൂട്ടി നിർവഹിക്കുന്നതോടൊപ്പം ഇതെല്ലാം പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. നാം ഒരു പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ ഈ എല്ലാ ഭാഗങ്ങളിലേക്കും അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുകയും, അതുപോലെ തന്നെയാണ് നാം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ ഭാഗത്തേക്കും അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രതിഫലനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നവരിലും ചെയ്യാത്തവരിലുമായ പരീക്ഷണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മെഡിറ്റേഷൻ വളരെ എഫക്റ്റീവാണ് എന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ. അതിൽ സ്ട്രെസ് ലെവൽ കുറയുന്നതിനെ കുറിച്ചും മെന്റൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചുമുള്ള പഠനങ്ങളുണ്ട്. മോട്ടിവേഷനും കറേജിനെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. ഹാപ്പിനെസിന്റെയും കറേജിന്റെയും പഠനങ്ങളുണ്ട്. മോട്ടിവേഷനെ കുറിച്ചും സെൽഫ് എസ്റ്റീമിനെയും കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. ബ്രെയിനിന്റെ വ്യത്യസ്തമായ ബ്രെയിൻ വേവുകളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. MRI, EEG തുടങ്ങിയ പുതിയ എക്യുപ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനത്തിലും മെഡിറ്റേഷൻ മനുഷ്യനിൽ ശാരീരികവും മാനസികവുമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിലുള്ള പഠനങ്ങളുണ്ട്. എല്ലാ പഠനങ്ങളും വ്യക്തമാക്കുന്നത്
മനുഷ്യ മനസ്സിൽ എഫക്റ്റീവായി ഇടപെടാൻ കഴിയുന്ന ഒന്നാണ് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ദിനേനെ റെഗുലറായി നമ്മുടെ ജീവിതത്തിന്റെ ദിനചര്യകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിനെ നാം വിചാരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് മനസ്സെന്ന ഈ മഹാവിസ്മയത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോസിറ്റീവ് അഫർമേഷനെ കുറിച്ചും വിഷ്വലൈസേഷനെ കുറിച്ചും മെഡിറ്റേഷനെ കുറിച്ചുമുള്ള വിശദമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാമെന്ന് വാക്ക് നൽകിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.